എടാ ദിസ് ഈസ് ഇതിൻ എടാ നമുക്കിതിനെ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 6 ആയിട്ട് നമുക്കിതിനെ വയ്ക്കാം. ഞാൻ കുറച്ച് മുന്നേ ഈ ഉയിര് പടത്തിൻ്റെ ഒരു ടീസറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ റാൻഡമായിട്ട് കബീർ സിംഗിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു, ആ പടത്തിലെ ഒരു സീനും. പിന്നെ ഓഫ് കോഴ്സ് യൂട്യൂബാണ്, അറിയാമല്ലോ, സജഷനായിട്ട് അങ്ങനെ ഓരോരോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോന്ന് വരും. അങ്ങനെ നോക്കിയപ്പോൾ അതിന് ടീസർ വന്നു. അങ്ങനെ ആ ടീസറിൻ്റെ ലാസ്റ്റ് കണ്ടു വന്നപ്പോഴാണ് അറിയണത്, ഓ ഇന്ന് പടം ഇറങ്ങിയിട്ട് 7 കൊല്ലമായി. 7 കൊല്ലം പോയ പോക്കെ. ഞാൻ ഈ പടം തിയേറ്ററിൽ ഞാൻ പോയി കണ്ടതാണ് ഫസ്റ്റ് ഡേ. എനിക്ക് തോന്നുന്നു അന്ന് ഷോസ് കുറവാണ്. എന്ന് വെച്ചാൽ വൈകുന്നേരം എന്തോ ആയിരുന്നു ഒരു ഷോ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഏരീസ് പ്ലക്സിലായിരുന്നു, അവിടെ ഈ 2. പിന്നെ അതിനുശേഷം ഞാൻ അവരുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ ഞാൻ പിന്നെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല ആ ഒരു സ്ക്രീനിൽ. എനിക്ക് ഈ ഇന്നത്തെ ആ 1-2 സീൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഒരു പടവും ഇന്ന് എനിക്ക് ഒരു തരത്തിലും വർക്കാവാതെ പോയ ഒരു പടവുമാണ് ഇപ്പോൾ ഈ കബീർ സിംഗ്. അതിപ്പം കബീർ സിംഗ് ആവട്ടെ, ഇപ്പം അർജുൻ റെഡ്ഡി, എന്തായാലും റീമേക്ക് ആണല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പം ഈവൻ കബീർ സിംഗ് ആയിക്കോട്ടെ, അർജുൻ റെഡ്ഡി ആയിക്കോട്ടെ, എന്ന് പറഞ്ഞാൽ അന്ന് ഈ പടം കണക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ആ ഒരു പയ്യൻ്റെ ആ ഒരു വിരഹം എന്ന് വെച്ചാൽ ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഓക്കെ കൊള്ളാം. പക്ഷെ ഇന്ന് ഈ പടം നോക്കുമ്പം ഈ എന്ന് വെച്ചാൽ 1-2 സീൻസൊക്കെ ഇന്ന് കണ്ടപ്പോൾ എന്തോന്നാണിത്, ടോക്സിക് എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല, വിളിച്ചടത്ത് പറഞ്ഞാൽ ആ ബെഞ്ചിൽ നിന്ന് ഇവിടെ ഇരിക്കണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ഞാൻ പഠിപ്പിച്ചു തരും, ഞാൻ പറഞ്ഞാൽ കേൾക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ടോക്സിക് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ആലോചിക്കുകയും ചെയ്തു, എങ്ങനെ ഈ പടം അന്ന് ഇത്രയും സെലിബ്രേറ്റ് ചെയ്തു. അതിപ്പം തെലുങ്കായാലും ഇതിൻ്റെ ഹിന്ദി വെർഷൻ ആയാലും കബീർ സിംഗ് ആയാലും എങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്തു, എങ്ങനെ ഇത് വർക്കായി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഷാഹിദ് കപൂറിൻ്റെ തിയേറ്ററിൽ പോയി കണ്ട ഒരേ ഒരു പടം ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പടം ആഫ്റ്റർ കോവിഡ് ആയിട്ടാണ് ഇറങ്ങിയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പടം എന്തായാലും ബോംബായി പോകാനാണ്. കാരണം എന്ന് വെച്ചാൽ കോവിഡിൻ്റെ ടൈമിൽ ആൾക്കാർക്ക് വന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പം ഏത് പടമായാലും അത് ഏത് ഭാഷയിലായാലും കാണും. ഇപ്പം അത് മാത്രമല്ല, ഒരു പടം തന്നെ ഇപ്പോൾ പല ഡബ്ഡായിട്ട് വരണുണ്ട്. ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പം തെലുങ്ക് പടമായാലും തമിഴ് പടമായാലും എല്ലാം മറ്റേ സോണി മാക്സ് അടക്കം അതിലൊക്കെ ഡബ്ഡായിട്ട് വരണതാണ്. സോ അന്ന് എന്തോ ഈ പടം കബീർ സിംഗ് ഹിറ്റായത് ഒരു ലക്കാണെന്ന് ഞാനത് പറയുള്ളൂ. അത് മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സന്ദീപ് റെഡ്ഡി മങ്കയ്ക്ക് ബോളിവുഡിലോട്ട് എൻ്റർ അടിക്കാനുള്ള ഒരു ടോക്കണം. സോ അതുകൊണ്ട് തന്നെ ആനിമൽ പോലത്തെ ഒരു സാധനമൊക്കെ ഇറങ്ങി. ഈവൻ ആനിമൽ ആണെന്നുണ്ടെങ്കിൽ പോലും പല ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് വർക്കായ ഒരു പടമാണത്. സോ ഓക്കെ, കമ്മിങ് ടു ബാക്ക് ടു കബീർ സിംഗിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാണ്, എനിക്ക് ഇപ്പം ഞാൻ ആ 1-2 സീൻസ് കണ്ടപ്പോൾ എനിക്ക് ഒരു തരത്തിലും വർക്കാവില്ല. ഇത് എന്തൊരു പടമാണിത് എന്ന് വെച്ചാൽ ആ ലെവൽ ടോക്സിക് അല്ല. അതാണ് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഇന്നത് അക്സെപ്റ്റബിൾ അല്ല ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മറ്റേ ഇന്നത്തെ ഈ ജെൻസി പിള്ളേർ പറയില്ലേ, റെഡ് ഫ്ലാഗ്, അത് തന്നെയാണ് സാധനം. അതുമാത്രമല്ല, ഇപ്പോൾ ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് ഈ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പടം ഫ്ലോപ്പ് ആയിരുന്നു. ബിക്കോസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം അർജുൻ റെഡ്ഡി ആയിക്കോട്ടെ, പിന്നീട് അതിനുശേഷം ഡബിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് മലയാളം സബ് ടൈറ്റിലായിട്ട് വന്ന് തന്നെ സെപ്പറേറ്റ് ഫയൽസൊക്കെ അന്ന് ഇറങ്ങിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആഫ്റ്റർ കോവിഡിന് ശേഷം ഇതുപോലെ വന്ന പടങ്ങളുണ്ട് എന്ന് വെച്ചാൽ എന്നാൽ ലിറ്ററലി ബോംബായി പോയി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷാഹിദ് കപൂറിന് തന്നെ ജേഴ്സി തന്നെ വെച്ചോ. കാരണം നാനീര് അതെന്ന് വെച്ചാൽ അതൊരു പെർഫോമൻസ് ആയിരുന്നു. എന്നാലും ഷാഹിദ് കപൂർ അങ്ങേരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരുന്ന ഒരു പടമാണ്. പക്ഷേ ആ പടം ഫ്ലോപ്പായി പോയി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അതാണ്, പടം വന്നു, ജേഴ്സിയൊക്കെ ഈവൻ ഹിന്ദി ഡബ്ഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലിക്കായതാണ്. പിന്നെ എന്തിനായിരുന്നു ആ പടം, ആവശ്യമില്ല, അത് ഫ്ലോപ്പായി. എന്തിന് വൈകുണ്ഠപുരത്തിൻ്റെ ഹിന്ദി വന്നു, എന്ത് ഷേസാദാ പൊട്ടിത്തള്ളി. എന്തിന് വിക്രം വേദര ഹിന്ദി വന്നു, സൈഫ് അലി ഖാനും ഹൃത്തിക് റോഷനുമായിട്ട് പൊട്ടിത്തള്ളി. പിന്നെ ഇപ്പം ലാസ്റ്റ് പറയണമെങ്കിൽ തെറീര റീമേക്ക് വന്നു, പൊട്ടിത്തള്ളി. സോ അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബിഫോർ കോവിഡ് ആയി എന്നുള്ളതിൻ്റെ പേരിൽ ഹിറ്റായി പോയ ഒരു പടമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതും ഒരു ഫ്ലോപ്പിൻ്റെ ഒരു സീരീസിലോട്ട് വന്നേ. കാരണം എന്ന് വെച്ചാൽ വേറെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സൂര്യ റിപ്പോർട്ടിൻ്റെ ഹിന്ദി, അതിൻ്റെ ഹിന്ദി നെയിം ഞാൻ മറന്നുപോയി. അത് ആലോചിക്കണം, അത് ഓൾറെഡി OTT വന്നതായിരുന്നു. OTT വന്ന് അന്ന് തന്നെ പല ലാംഗ്വേജസിലോട്ട് വന്നു. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അത് വീണ്ടും റീമേക്ക് ചെയ്തത്, എന്തൊരു സാർഫ് അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് നെയിമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തിനകത്ത് റീമേക്ക് ചെയ്തു എന്നുള്ളതാണ്. സോ അതങ്ങനെ. അപ്പം കമ്മിങ് ടു കബീർ സിംഗ്. സോ എനിക്കതിൽ ആകെപ്പാടെ ആ ഒരു BGM മാത്രം അന്നും ഇന്നും കേട്ടിട്ട് കൊള്ളാം, നല്ല BGM അത് മാത്രമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ 7 കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചിന്താഗതി മാറും. അതുപോലെ തന്നെയാണിത്. അന്ന് ഈ പടം കണ്ടപ്പോൾ എനിക്കത് വർക്കായി, ഇന്നത് എനിക്കത് തീരെ വർക്കായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അന്ന് ഇവൻ ഞാൻ സിനിമ കാണും, എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണെന്നല്ലാതെ ഇത്രയും ആഴത്തിലിറങ്ങി ഓരോന്ന് വേരി പറിച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ ഡീപ്പായിട്ട് ഇറങ്ങി ഇഷ്ടപ്പെടുന്നതോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ഒന്നും ആയിരുന്നില്ല ഞാൻ. സോ സിറ്റുവേഷൻസ് മാറ്റി അങ്ങനെ ഇവിടെ ഇരിക്കുന്നു, ഇത് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് അൺടോൾഡ് സ്റ്റോറീസ് എപ്പിസോഡ് 6.